നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള വിഷൻ, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക നേതാവ് NH അൻവറിന്റെ സ്മരണയിൽ മെയ് 7 കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. NH അൻവർ മെമ്മോറിയൽ അവാർഡ് വിതരണവും നടന്നു. പാവർട്ടിയിൽ വീട് കുത്തി തുറന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി അഷ്റഫാണ് അറസ്റ്റിലായത്. ഹക്കിക്കാവിൽ വാഹനാപകടങ്ങൾ. മിനി പിക്കപ്പ് ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ അപകടം 2 പേർക്ക് സാരമായി പരിക്കേറ്റു. താഴത്തെ ഹക്കിക്കാവിൽ KSRTC സ്വിഫ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. CCTV ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ പുരസ്കാര വിതരണവും സജിനി അയ്യപ്പന്റെ കഥാസമാഹാരം ഒറ്റമൈനയുടെ പ്രകാശന കർമ്മവും പൂനമൂച്ചിയിൽ നടന്നു. കവിയും ഗാനരചയിതാവുമായ ഏകണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള വിഷൻ, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക നേതാവ് NH അൻവറിന്റെ സ്മരണയിൽ മെയ് 7 കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. ആരാധനായ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർക്കയുടെ ഓർമ്മദിനം നമ്മൾ സംഘടനയുടെ പതാക ദിനമായി കൂടി ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇന്ന് ഈ പതാക ഉയർത്തുകയാണ്. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, മെയ് 7 സിന്ദാബാദ്, NH അൻവർ ദിനം സിന്ദാബാദ്. കുത്തകകൾക്കെതിരായ ജനകീയ പ്രതിരോധത്തിനുള്ള കരുത്തുറ്റ സംഘടനയായി COAയെ വളർത്താൻ അക്ഷീണ പ്രയത്നം നടത്തിയ സാരഥിയായിരുന്നു NH അൻവർ. അദ്ദേഹത്തിന്റെ 10ാം ചരമവാർഷികം സംസ്ഥാന വ്യാപകമായാണ് കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചത്. കൊച്ചി COA ആസ്ഥാനത്ത് നടന്ന അനുസ്മരണത്തിൽ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു. നാളെയിലേക്ക് പ്രതീക്ഷകളോടെയും കരുത്തോടെയും മുന്നേറാനുള്ള ഊർജമാണ് NH അൻവറിന്റെ സ്മരണയെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ഓരോ ഓർമ്മ ദിനവും ഞങ്ങൾക്ക് നാളെയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുന്ന ഓർമ്മകളായി ഇന്നും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ തിളക്കമാർന്ന വിജയത്തിലേക്ക് കേരള വിഷനെ നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കടമയുമാണ് ഞങ്ങൾ ഓരോരുത്തർക്കുമുള്ളത്. തീർച്ചയായും ആ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിന് ഈ ഓർമ്മ ദിനവും ഈ പതാക ദിനവും കൂടുതൽ കരുത്തേകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങിലും അനുസ്മരണത്തിലും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ് തുടങ്ങിയവരും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. NH അൻവറിന്റെ സ്മരണ സംഘടനയെ സംബന്ധിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള കരുത്താണെന്ന് NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് എന്നും കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷനും ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. NH അൻവർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ മീഡിയ രംഗത്ത് സമഗ്ര സംഭാവന പുരസ്കാരം NH അൻവർ പുരസ്കാരം നൽകുന്നുണ്ട്. അതുപോലെ ചാനൽ രംഗത്ത് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ശ്രീ അൻവർ വഹിച്ച പങ്കും ഇന്ത്യയിലാകെ ഈ കമ്പനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്ന വേരോട്ടവും ഒക്കെ അനുസ്മരിക്കുന്നതിനാണ്.
കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാറിന് നൽകി. NH അൻവർ അനുസ്മരണവും സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന മാധ്യമ പുരസ്കാരങ്ങളാണ് കൊച്ചിയിൽ വിതരണം ചെയ്തത്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കണ്ട് നേരിടുന്നതാണ് മാധ്യമ പ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. നമ്മളൊരു പക്ഷേ ഒരു കാലത്ത് കോമാളിത്തരം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും മാധ്യമപ്രവർത്തനം അതാവാൻ ന്യായമൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ പുതിയ കണ്ടന്റ് കൊണ്ട് എങ്ങനെ നേരിടണം എന്ന് കണ്ടെത്തുന്നിടത്താണ് മാധ്യമങ്ങൾ ഈ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാവാതെ മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ VS അനിൽകുമാർ NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അൻവറുമായിട്ട് ഇടപഴകാൻ കഴിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. പുറത്തു പോ എന്ന് പറയാൻ വേറൊരു കഴിവാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈ കഴിവ് അൻവർ നിരന്തരമായി നിലനിർത്തുകയും കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. മലയാളത്തിലെ തത്സമയ വാർത്താ മാധ്യമ രംഗത്ത് വിപ്ലവകരമായ കുതിപ്പുകൾ സാധ്യമാക്കിയ MV നികേഷ് കുമാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം നൽകി. ഏറ്റവും പ്രാദേശികമായ ഒരു സംരംഭമാണ് COA എന്ന മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിട്ടുള്ളത്. NH അൻവറിനെ പോലുള്ള മഹാവിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയിട്ടുള്ള NH അൻവറിനോടൊപ്പം വേദിയിലും സദസ്സിലുള്ള നിരവധിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവരുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇനി കിതച്ച് നിൽക്കാനൊന്നുമില്ല. ഇനി സ്പ്രിൻ്റ് ഓടുന്നത് പോലെ ഓടിയാൽ ഈ രാജ്യത്തെ ഏത് കുത്തകയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയോടുകൂടി നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമായി നിലകൊള്ളാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു അഭിനന്ദന വാചകമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സാറ്റലൈറ്റ് ചാനലുകളുടെ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ മികച്ച റിപ്പോർട്ടിന് 24 ന്യൂസ് ചാനലിലെ മുഹമ്മദ് റാഹിസ് അർഹനായി. റാഹിസിന്റെ അസാന്നിധ്യത്തിൽ 24 ന്യൂസ് പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ സുധാ സുരേന്ദ്രൻ അർഹയായി. പ്രണയം തകർത്ത ജീവിതമെന്ന സ്റ്റോറിക്കാണ് പുരസ്കാരം. കേബിൾ വിഭാഗത്തിലെ മികച്ച ക്യാമറ പേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദൃശ്യ TVയിലെ നെൽസൺ മാതുരുത്തിയാണ്. വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കർ നാരായണൻ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രസ്റ്റ് സെക്രട്ടറി വിജയ് കൃഷ്ണൻ K ട്രസ്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD K ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ എന്നിവർ പ്രസംഗിച്ചു. അക്കിക്കാവിൽ മിനി പിക്കപ്പ് ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ അപകടം 2 പേർക്ക് സാരമായി പരിക്കേറ്റു. അക്കിക്കാവ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന മിനി പിക്കപ്പ് ലോറിയാണ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞത്. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവമറിഞ്ഞ് ഹൈവേ പോലീസും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. പാവർട്ടിയിൽ വീട് കുത്തിത്തുറന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി അഷ്റഫാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച പകലാണ് പുളിഞ്ചേരിപ്പടി പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിൽ കവർച്ച നടന്നത്. വീട്ടുകാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു സംഭവം. വൈകിട്ട് 5ഓടെ ഇവർ തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ പിൻവാതിൽ തകർക്കപ്പെട്ട നിലയിൽ കണ്ടത്. തുടർന്ന് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് വീടിനുള്ളിലെ സ്റ്റീൽ അലമാരയിൽ 2 പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ
ഒന്നിലെ മാലയും വളയും ഉൾപ്പെടെയുള്ള 10 പവനോളം ആഭരണങ്ങളാണ് കൊണ്ടുപോയത്. കവർച്ച വേഗത്തിൽ പൂർത്തിയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാകാം ഒരു പെട്ടിയിലെ ആഭരണങ്ങൾ മാത്രം നഷ്ടപ്പെട്ടത് എന്നാണ് വീട്ടുകാർ കരുതുന്നത്. തുടർന്ന് പാവർട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. CCTV ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ പുരസ്കാര വിതരണവും സജിനി അയ്യപ്പന്റെ കഥാസമാഹാരം ഒറ്റമൈനയുടെ പ്രകാശന കർമ്മവും കൂനമുച്ചിയിൽ നടന്നു. കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പുരസ്കാര വിതരണവും പുസ്തക പ്രകാശനവും നടന്നത്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിൽ രണ്ടുതരം ആളുകളാണ്. വിശ്വസിക്കുന്ന കലാകാരനാണ്, മറ്റേ ആൾ കലയില്ലാത്ത ആളാണ്. ഓരോ പൂവും വിരിയുന്നുണ്ടോ എന്ന് ചെന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ കലയുണ്ട് എന്നുള്ളതാണ്. അയൽക്കാരൻ്റെ നിലവിളി കേൾക്കുന്ന ഒരാൾ, അന്യരുടെ വ്യസനങ്ങളെ ചുമന്നു നടക്കുന്ന ഒരാൾ, അവരുടെ ഉള്ളിലൊക്കെ സർഗാത്മകതയുടെ ഒരുപാട് അംശങ്ങളുണ്ടെന്നുള്ളതാണ്. എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു വലിയ ബോധത്തിലേക്കാണ് ഏത് കാലത്തും കല ചെന്ന് എത്താൻ എന്നുള്ളതാണ്. ഓരോ കൃതികളും ഇന്ന് എഴുതപ്പെടുന്ന കലകാലത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് എഴുതുന്നത് നാളെ ചരിത്രമാവുകയാണെന്നുള്ളതാണ് കലയുടെ മറ്റൊരു സവിശേഷത. കലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹംസ അധ്യക്ഷനായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ചലച്ചിത്ര നിർമ്മാതാവ് നെൽസൺ ഐപ്പ്, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സുഭീഷ് തെക്കൂട്ട്, കഥാകൃത്ത് നയന വൈദേഹി സുരേഷ്, കലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ TV ജോൺസൺ, സംസ്ഥാന പാഠപുസ്തക സമിതി അംഗവും കോവിലൻ ട്രസ്റ്റ് സെക്രട്ടറിയുമായ AD ആൻഡു മാസ്റ്റർ, ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക പ്രവർത്തകനുമായ അശോകൻ നമ്പഴിക്കാട്ട്, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, നാടക സംവിധായകനും ചിത്രകാരനുമായ സുനിൽ ചൂണ്ടൽ, കവി കരീം അരിയന്നൂർ, മോട്ടിവേഷൻ സ്പീക്കർ PJ സ്റ്റൈജു, CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി എന്നിവർ സംസാരിച്ചു. സജിനി അയ്യപ്പന്റെ ഒറ്റമൈന കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സജിനിയുടെ മാതാവ് ദേവയാനി, ഭർത്തൃമാതാവ് ലിസി ജോൺ എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്ത സുനിൽ ചൂണ്ടലിനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഷോർട്ട് ഫിലിം മത്സരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് ഇന്നിറ്റ് പ്രൊഡക്ഷൻസിന്റെ ഡെയിൻ എന്ന ചിത്രം അർഹമായി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അശ്വിൻ രാഹുലിനും, മികച്ച നടനുള്ള പുരസ്കാരം വിജീഷ് വിജയനും, മികച്ച നടിക്കുള്ള പുരസ്കാരം ഗ്രീഷ്മ അഭിക്കും സമ്മാനിച്ചു. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അഭി വാസുദേവനും, ക്യാമറാമാനുള്ള പുരസ്കാരം വിമലിനും, മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നീരജ് നന്ദനും സമ്മാനിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള പുരസ്കാരത്തിന് ബ്രിഡ്ജ് എന്ന ചിത്രം അർഹമായി. റഷീദ് പാറയ്ക്കൽ, VL ലിയാൻഡോ, ഷിഫ്ന ഷെറിൻ എന്നിവർക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. ജൂറി അംഗം ജീസ് ജോയ് അവാർഡ് കമ്മിറ്റിയുടെ വിശകലനം വിശദീകരിച്ചു. സജിനി അയ്യപ്പൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. എൻ്റെ ഏതെങ്കിലും ഒരു കഥ, ഒരുപാട് കഥകളൊന്നുമല്ല, ഏതെങ്കിലും ഒരു കഥ ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് വരണമെന്നും അത് എൻ്റെ അച്ഛൻ കാണണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അച്ഛനിപ്പോൾ ഇല്ല. പകരം എൻ്റെ 17 കഥകൾ ഒരു പുസ്തകമായി എനിക്ക് സ്വന്തമായി കിട്ടുമ്പോൾ അച്ഛന് പകരമായി ഞാൻ എൻ്റെ അമ്മയാണ് ഏൽപ്പിച്ചത്. KSRTC സ്വിഫ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. താഴത്തിയാക്കിക്കാവിൽ വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പന്നിത്തടം ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടർ ഹൈവേയിലേക്ക് കടക്കുന്നതിനിടയിൽ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരിയായ 58 വയസ്സുള്ള ശാന്തയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രകടനം നടത്തി. UDFനെ ഒറ്റക്കെട്ടായി നിർത്തി ഭരണം തിരിച്ചുപിടിക്കാൻ പട നയിച്ച VD തന്നെ ഭരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ താൽപര്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം നേതൃത്വം നൽകി. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജമാൽ കോട്ടോൽ, സിറാജ് കടവല്ലൂർ, ഷാദുലി ആൽത്തറ, സഹദ് കല്ലുംപുറം, ഉണ്ണിക്കുട്ടൻ, സുബ്രഹ്മണ്യൻ, റസാഖ് കരിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ നീക്കവുമായി KSRTC ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കണക്കെടുപ്പ് തുടങ്ങും. യാത്രക്കാരുടെ ജെൻഡർ രേഖപ്പെടുത്താനാണ് KSRTCക്ക് നിർദ്ദേശം. KSRTCയിൽ സൗജന്യ യാത്ര എന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നടപടി.
കണക്കെടുക്കുന്നതിനായി ടിക്കറ്റ് മെഷീനിൽ പുതിയതായി ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിലൂടെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് രേഖപ്പെടുത്താൻ സാധിക്കും. KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഈ ടിക്കറ്റിംഗിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ KSRTC പ്രതിദിന സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുക്കുന്നുണ്ട്. ഈ കണക്കെടുക്കുന്നതിലൂടെ കൃത്യമായ പദ്ധതി രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കും. പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിനും ഇതിനുവേണ്ടി എത്ര പണം ചെലവഴിക്കണമെന്നുമുള്ള കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാനായേക്കും. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജ്, IQAC എന്നിവയുടെ സംയുക്ത സഹകരണത്തിൽ നടത്തുന്ന NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സഹയാത്ര എന്ന പേരിൽ നടത്തുന്ന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് വിളംബര ജാഥയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PI വർഗീസ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ AP ബിന്ദു, ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ VC ബിനോജ്, സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ, PTA അംഗം K ജോഷി ജോർജ്, ചെയർപേഴ്സൺ ആതിര സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ TK രാജി സ്വാഗതവും NSS സെക്രട്ടറി സജിൻ നന്ദിയും പറഞ്ഞു. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തിൽ മെയ് 6 മുതൽ 12 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന വിവിധ കർമ്മ പദ്ധതികൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. ബസ്സുകളുടെ മത്സരയോട്ടം യാത്രക്കാരെ ദുരിതത്തിലാക്കി. വെള്ളിയാഴ്ച രാവിലെ 8ഓടെ പെരുമ്പിലാലാണ് സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തമ്മിലായിരുന്നു മത്സരയോട്ടം. ഒടുവിൽ പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ബസ്സുകൾ തമ്മിൽ കൂട്ടിയുരസുകയും ഒരു ബസിന്റെ സൈഡ് മിററിൽ മറ്റൊരു ബസ് തട്ടുകയും ചെയ്തു. തുടർന്ന് ബസ് തൊഴിലാളികൾ തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും 2 ബസ്സുകളുടെയും ട്രിപ്പ് നിർത്തിവെച്ചതായി അറിയിക്കുകയുമായിരുന്നു. ഇതോടെ ഇരു ബസ്സുകളിലെയും യാത്രക്കാർ വലയുകയും ദുരിതത്തിലായ യാത്രക്കാർ മറ്റു ബസ്സുകളെ ആശ്രയിക്കുകയും ചെയ്തു. ബസ്സുകളുടെ ട്രിപ്പുകൾ നിർത്തിവെച്ചതിനെ തുടർന്ന് ബസ്സിലെ യാത്രക്കാരും ബസ് തൊഴിലാളികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സമയപ്രശ്നത്തെ ചൊല്ലിയുള്ള ബസ്സുകളുടെ മത്സരയോട്ടത്തിലും യാത്രക്കാരെ പാതിവഴിയിൽ ഇറക്കിവിട്ട ബസ് തൊഴിലാളികളുടെ നടപടിയിലും ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. ഇത്തരം ബസ് തൊഴിലാളികൾക്കെതിരെ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഏകദിന ശില്പശാല നടത്തി. കുട്ടികളിലെ കരകൗശല കഴിവുകൾ വികസിപ്പിക്കുന്നതിനായാണ് കളിമൺ പ്രതിഭ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഉദ്ഘാടനം ജൂബിലി ജനറൽ സെക്രട്ടറി KA ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. നിരവധി കളിമൺ ശില്പങ്ങളാണ് ശില്പിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഗണേഷിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ശില്പശാലയ്ക്ക് സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ബാബു, ബാലൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ ഇൻചാർജ് S സിമിലി, K രവീന്ദ്രനാഥ്, ദീപ ആർനാഥ്, MP ശ്രീകല, KV വൃന്ദ, ഡോക്ടർ ബിനോജ് എന്നിവർ നേതൃത്വം നൽകി. പഴമയുടെ പ്രൗഢിയും ഗതകാല സ്മരണകളും ഇരമ്പിയാർത്തപ്പോൾ നീണ്ടൂർ ആദൂർ വയലോരം ഒരു അപൂർവ സംഗമത്തിന് സാക്ഷിയായി. വാഹനപ്രേമികളുടെ എക്കാലത്തെയും ആവേശമായ അംബാസഡർ കാറുകളുടെ ഒത്തുചേരൽ നാടിന് വേറിട്ടൊരു കാഴ്ചയായി മാറി. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 30-ലധികം അംബാസഡർ കാറുകളാണ് ഈ സംഗമത്തിൽ അണിനിരുന്നത്. വെള്ളയും കറുപ്പും മുതൽ വിന്റേജ് ലുക്കിലുള്ള വിവിധ നിറങ്ങളിലുള്ള കാറുകൾ വയലോരത്തെ മനോഹരമായ പശ്ചാത്തലത്തിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. നിരനിരയായി കാറുകൾ നിരത്തിലിറങ്ങിയത് റാലിയെ വർണ്ണാഭമാക്കി. വയലോരത്ത് നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി, മങ്ങാട് എന്നിവിടങ്ങളിൽ ചുറ്റി റാലി തിരികെ വയലോരത്ത് സമാപിച്ചു. വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ നാട്ടുകാർക്കും യാത്രക്കാർക്കും പഴയകാല രാജാക്കന്മാരുടെ നിര അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. സംഗമത്തിന് ഷാഹിദ്, ശ്രീരാജ്, ഖാലിദ്, രമേശ്, സ്വാനി, അലവിക്കുട്ടി, അബ്ദുറഹ്മാൻ വെള്ളത്തേരി എന്നിവർ നേതൃത്വം നൽകി. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു അംബാസഡറിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ 970 മുതൽ 2010 വരെയുള്ള വാഹനങ്ങൾ ഇന്ന് നമ്മളിവിടെ അണിനിരന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നിരത്തുകളിൽ കാണാൻ പ്രയാസമായിക്കൊണ്ടിരിക്കുന്ന അംബാസഡർ വാഹനങ്ങൾ വീണ്ടും ഇതുപോലുള്ള കൂട്ടായ്മയിലൂടെ സജീവമാവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വരും വർഷങ്ങളിലും ഇത്തരം ഒത്തുചേരലുകൾ കൂടുതൽ വിപുലമായി സംഘടിപ്പിക്കാനാണ് ഈ വാഹനപ്രേമികളുടെ തീരുമാനം. പഴഞ്ഞി അരുവായി കൾച്ചറൽ സൊസൈറ്റിയും അരുവായി വായനശാലയും സംയുക്തമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെയും സൊസൈറ്റിയുടെയും വായനശാലയുടെയും മുൻകാല പ്രവർത്തകരെയും പ്രസിഡന്റ് ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമോത്സവത്തിന് സൊസൈറ്റിയുടെയും വായനശാലയുടെയും ഭാരവാഹികളായ KT കൊച്ചുണ്ണി, AV വിനീഷ്, AN പ്രദീപ്, K ആകാശ്,
സന്ദീപ് ദാസ്, ജിഷ്ണു മണികണ്ഠൻ, എം ഉദയശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ കഥകളി പഠന ക്ലാസ് ആരംഭിച്ചു. കലാമണ്ഡലം മോഹനൻ വെള്ളിനേഴിയുടെ ശിക്ഷണത്തിൽ പ്രായഭേദമന്യേ 10 പേരാണ് പഠിതാക്കളായുള്ളത്. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. 71 വയസ്സിൽ കഥകളി അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തിയ വിജയലക്ഷ്മി രാമൻകുട്ടി മേനോൻ മുഖ്യ അതിഥിയായി. പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ്, കൺവീനർ മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ചാത്തൻകുളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി മണലിത്തറ സ്വദേശികളായ രഞ്ജു, കിരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെ ചാത്തൻകുളം വളവിലായിരുന്നു അപകടം. വടക്കാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിൽ ചാടി സമീപത്തെ വീട്ടിലേക്കുള്ള സ്ലാബിൽ ഇരിക്കുകയായിരുന്നു. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്ക് ക്ഷേത്ര കാർമ്മിക് സംഘം യാത്രയയപ്പ് നൽകി. വിരമിച്ച VC സുനിൽകുമാർ, PV സത്യൻ, VK അനിൽകുമാർ, K മുരളി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പതഞ്ജലി യോഗ വിദ്യാപീഠം സംസ്ഥാന ഡയറക്ടർ A രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സേതു തിരുവെങ്കിടം, സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, BJP നോർത്ത് സെൽ കോർഡിനേറ്റർ സുഭാഷ് മണ്ണാരത്ത്, ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K ഗീത, മുരളി പൈക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ഈ മാസം 15, 16, 17 തീയതികളിലായി രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റും സംയുക്തമായി രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാദം എന്ന പേരിൽ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാമായണത്തെയും ശ്രീരാമനെയും കുറിച്ച് വിവിധ പ്രബന്ധങ്ങളുടെ അവതരണം, രാമർകുത്ത്, വിവിധ കലാപരിപാടികൾ, ഭജൻസ്, നൃത്താവിഷ്കാരങ്ങൾ, ആത്മീയ സദസ്സുകൾ എന്നിവയുണ്ടാകും. ഇതിനു മുന്നോടിയായി 11, 12 തീയതികളിൽ മമ്മിയൂരിലെ സായ് മന്ദിരത്തിൽ മോഹിനിയാട്ടം, ശില്പശാല, 13 ടൗൺ ഹാളിൽ രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചിത്രരചന, ക്വിസ്, പ്രസംഗ മത്സരം എന്നിവയും നടക്കും. സ്വാഗത സംഘം ചെയർമാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ, സബിത രഞ്ജിത്ത്, ബാബുരാജ് കേച്ചേരി, KR പ്രവീൽ, മണലൂർ ഗോപിനാഥ്, സജീവൻ നമ്പിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. മെയ് 17-നാണ് ദേവാലയത്തിൽ വേളാങ്കണ്ണി മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ആഘോഷിക്കുന്ന 17-ന് രാവിലെ 6 മണിക്ക് ദിവ്യബലി, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ, രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. തുടർന്ന് വെഞ്ചിരിപ്പിന് ശേഷം നേർച്ച ഊട്ട് ആരംഭിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ സേവി പുലിക്കോട്ടിൽ, ജീസൺ ചാലക്കൽ, സിംസൺ കുത്തൂർ, ജനറൽ കൺവീനർ ബിജു കുണ്ടുകുളം, ജോയിന്റ് കൺവീനർ റിജു ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകും. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. മധ്യതെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മെയ് 11 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മിന്നൽ സാധ്യതയുള്ളതിനാൽ ജനം ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേക മുന്നറിയിപ്പും ഉണ്ട്. നേപ്പാളിൽ നടന്ന ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അമൃത, അമയ എന്നിവരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകാമ്പാൽ ചിറക്കൽ യൂണിറ്റ് ആദരിച്ചു. യൂണിറ്റ് മെമ്പർ അനിൽകുമാറിന്റെ മക്കളാണ് അമൃതയും അമയയും. യൂണിറ്റ് പ്രസിഡന്റ് സോണി സഖറിയ ഇരുവർക്കും മെമന്റോ നൽകി. സെക്രട്ടറി PM മോൺസൺ, ട്രഷറർ അനിൽ P മാത്യു, കൌൺസിൽ അംഗം വിശ്വനാഥൻ, മെമ്പർമാരായ PM സ്കറിയാച്ചൻ, റെഡിസൺ റോയ്, ബ്രീസ്മോൻ, ഹക്കീം എന്നിവർ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കേച്ചേരി സെന്ററിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, വാർഡ് മെമ്പർ ഷൈസ്ന ജംഷീർ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ NS ജോസഫ്, ജിഷ മേരി എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി 100-ൽ പരം വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മെയ് 9 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ വാർഡ് തലങ്ങളിൽ ആദ്യഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ജനകീയമായി സംഘടിപ്പിക്കും.
കാട്ടുകാമ്പാൽ YMCAയിൽ മെയ് 10 സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു. കുന്നംകുളം IMAയുടെ സഹകരണത്തോടെ YMCAയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറക്കൽ യൂണിറ്റും സഹകരിച്ച് നടത്തുന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണി മുതൽ 12 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാട്ടുകാമ്പാൽ, പഴഞ്ഞി എന്നിവിടങ്ങളിലെ വിവിധ മെഡിക്കൽ സ്റ്റോറുകളിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പോഷൻ പഖ്വാഡ 2026 ഭാഗമായി ICDS തൃത്താല പദ്ധതിക്ക് കീഴിലെ ചാലിശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം കിഴക്കേ പട്ടിശ്ശേരി 108 നമ്പർ അങ്കണവാടിയിൽ നടന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംവിത അജിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ICDS സൂപ്പർവൈസർ S. സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി. കുട്ടികളിലെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ കൌൺസിലർ K. ശ്രീകല ക്ലാസ് എടുത്തു. പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾ, കൌമാരപ്രായക്കാർ, പ്രദേശവാസികൾ, കുടുംബശ്രീ ADS, ആശ, അങ്കണവാടി പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. അങ്കണവാടി അധ്യാപിക P. ഉദയകുമാരി സ്വാഗതവും ICDS ചാലിശ്ശേരി അങ്കണവാടി ലീഡർ VT കാർത്തിയായിനി നന്ദിയും പറഞ്ഞു. തൊഴിയൂർ ലാലിഗ സ്പോർട്സ് വില്ലേജ് മോർണിംഗ് പ്ലെയേഴ്സിന്റെ നേതൃത്വത്തിൽ KP സജീവ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കായുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ശനിയാഴ്ച നടത്തും. ലാലിഗ ടർഫിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിന്നേഴ്സ്, റണ്ണേഴ്സ് ട്രോഫികൾക്ക് പുറമെ ആദ്യ 2 സ്ഥാനക്കാർക്കും ക്യാഷ് പ്രൈസും ഉണ്ടാകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,995 രൂപ, പവന് 1,11,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേരള വിഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സ്ഥാപക നേതാവ് NH അൻവറിന്റെ സ്മരണയിൽ മെയ് 7 കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. NH അൻവർ മെമ്മോറിയൽ അവാർഡ് വിതരണവും നടന്നു. പാവർട്ടിയിൽ വീട് കുത്തി തുറന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി അഷ്റഫാണ് അറസ്റ്റിലായത്. അക്കിക്കാവിൽ വാഹനാപകടങ്ങൾ. മിനി പിക്കപ്പ് ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ അപകടം. 2 പേർക്ക് സാരമായി പരിക്കേറ്റു. താഴത്തെ അക്കിക്കാവിൽ KSRTC സ്വിഫ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. CCTV ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ പുരസ്കാര വിതരണവും സജിനി അയ്യപ്പന്റെ കഥാസമാഹാരം ഒറ്റമൈനയുടെ പ്രകാശന കർമ്മവും പൂനമൂച്ചിയിൽ നടന്നു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.